ഞാൻ കല്ലടത്തണ്ണി താമസിക്കുന്ന എൻ്റെ പേര് സജീന. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് കല്ലടത്തണ്ണി എന്ന് പറയുന്നത്. 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാറ പൊട്ടിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇനിയുണ്ട്, എല്ലാം പ്രിന്റ് എടുക്കാനുള്ള ഇത് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത വരുന്ന കോറി എന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് വരുന്നത്. ഇനി ഒരു കോറി, 1 അല്ല 6 കോറി കൂടെ അവിടെ വരുന്നുണ്ട്. ഈ 6 കോറിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഈ മാഫിയക്കാർ ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലം സൗകര്യം ഒരുക്കി തരുമോ? ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ ഇപ്പം നിവർത്തിയില്ല. പാറക്കോറികളുടെ വണ്ടി പോകുന്നത് കാരണം വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ മക്കളെ വിടുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വളരെ ഭയമാണ്. അതേ സ്പീഡിലാണ് വണ്ടികൾ അതിലെ പോകുന്നത്. ഈ സ്കൂളിന്റെ മുറ്റത്തൂടെ പോകുന്നതിനൊന്നും ആരും ഒരു സമാധാനം പറയാനില്ലേ? ഇനി തൊട്ടക്കരെ പാറക്കോറി വരുന്നുണ്ട്. ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ നാളെ നേരം വരുമ്പോൾ ഞങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കള്ളപ്പാറയോ പിന്നെ വയനാട് പൊട്ടിമുടിയോ ഒന്നും വന്നാൽ ഇനി നിങ്ങൾ ആരും പിന്നെ അവിടെ തിരക്കി വരേണ്ടി വരത്തില്ല. ഞങ്ങൾ തീർന്നതിന് ശേഷം നിങ്ങൾ കുറെ കോമ്പൻസേഷൻ കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പറയാനുള്ളത്, ഇനി ഒരു പാറക്കോളിക്ക് അവിടെ അനുമതി കൊടുക്കരുത്. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, റേഡിയോ മൗലുകളെ, എൻ്റെ പേര് മോഹനൻ പിള്ള. ചടയമംഗലം BJPയുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റാണ് ഞാൻ. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വിശദമായിട്ട് ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എനിക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. അതിവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടാണ്. ഈ കോറികൾ ഇവിടെ വരുന്നതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രതിനിധികൾ എല്ലാവർക്കും ഇതിനോട് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? അനുകൂലമാണെങ്കിൽ എന്തുകൊണ്ടങ്ങനെ? പ്രതികൂലമാണെങ്കിൽ അതിൻ്റെ കാരണം അറിയിക്കണം. പ്രതികൂലമാണെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിലും ബന്ധപ്പെടാൻ ഭാരതീയ ജനതാ പാർട്ടി എന്നും ഉണ്ടായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചെറുക്ക ഇവിടെ ഇറങ്ങിയില്ല. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ഷാക്കിറാണ്. ഗണപതിയുടെ തന്നെയാണ് വീട്. അപ്പോൾ നമുക്കറിയാം, കോറിയുടെ ഹിയറിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോറി വന്നാലുള്ള ഇത് വേണമെന്നാവശ്യപ്പെടുന്നവർ കോറി വന്നാലുള്ള സാമ്പത്തിക ലാഭത്തെ പറ്റിയും ജോലിയെ പറ്റിയും നല്ല ധാരണ അവർക്കുണ്ട്. എന്നാൽ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയെപ്പറ്റി അവർക്ക് ഒരു വിവരവുമില്ല. ഇവിടെ അനുകൂലിക്കുന്ന രണ്ടുപേരുടെ സംസാരം ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്റെ ഫ്രണ്ടിലിരിക്കുന്ന സഹോദരൻ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. പുള്ളി അനുകൂലിക്കുന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കോറിയുടെ 50 മീറ്റർ താഴെ എല്ലാ ദിവസവും ഒരു 10 ദിവസം താമസിക്കാൻ താങ്കൾക്കും അല്ലെങ്കിൽ ഇത് അനുകൂലിക്കുന്നവർക്കും ഒരു സംവിധാനം ഒരുക്കി തന്നാൽ 10 ദിവസം അവിടെ നിങ്ങൾ താമസിക്കുമോ? അതാ ചോദ്യം. 10 ദിവസം അവിടെ നിങ്ങൾ താമസിക്കാൻ തയ്യാറാണോ? നിങ്ങളും ഭാര്യയും മക്കളും മക്കളുടെ മക്കളും കുഞ്ഞുമക്കളും പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയും 10 ദിവസം ഈ കോറിയുടെ താഴെ താമസിക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? അല്ലല്ല, ഇതിന് ചോദ്യോത്തരമൊന്നുമല്ല, നിങ്ങളുടെ അഭിപ്രായം പറയുക. പുള്ളി തയ്യാറായാലും ബാക്കിയുള്ളവർ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു കാര്യം, ഈ കോറി വന്നാൽ ഇപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. അവര് പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അംഗങ്ങൾക്ക് വിവരമില്ല എന്ന് ഞാൻ പറഞ്ഞു. വിവരമില്ല.
കാരണം വിവരമില്ലാത്ത ഒരു പ്രോജക്ട് അല്ലാതെ ഇവിടെ നിങ്ങൾ വേറേണ്ടാത്ത കാര്യങ്ങളിലേക്ക് വേണ്ട, നിങ്ങളുടെ അഭിപ്രായം മാത്രം പറയുക. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ പഠിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം അവരുടെ വിവരം കാര്യമില്ല, സംസാരിക്കേണ്ട കാര്യമില്ല, ഒരാൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആരും മര്യാദ കേട്ടോണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഭീഷണിയൊന്നും വേണ്ട, നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്റെ അഭിപ്രായം പറയുന്നത് എന്നെ വേണ്ടല്ല. നിങ്ങൾ അല്ല അങ്ങനൊന്നും പോണ്ട. അതിലിപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഇപ്പൊ മലിനീകരണവുമായി ബന്ധപ്പെട്ട ജലം മലിനീകരിക്കപ്പെടും. കാരണം ഈ പാറക്കോറിയിൽ നിന്നുണ്ടാകുന്ന സ്ഫോടനം മൂലം ഈ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ഇത് മൂലം ഉണ്ടാകുന്ന ഇത് പൊട്ടിക്കുമ്പോൾ അത് വീണ്ടും പൊടിപടലങ്ങളായി പറക്കുകയും അതേപോലെ തന്നെ അത് വെള്ളത്തിൽ പടരുകയും ഈ വെള്ളം ഒലിച്ചു പോയാണ് തോട്ടിൽ ചേരും, അല്ലെങ്കിൽ ആറ്റിൽ പോകും, അല്ലെങ്കിൽ സമീപത്തുള്ള കിണറുകളിൽ പോകും. അങ്ങനെ ഈ കിണറിൽ മൊത്തം വെള്ളം മലിനമാകും. ഈ വെള്ളത്തില് രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളുടെ അംശമുണ്ട്. ഇത് കുടിക്കുമ്പോൾ പിന്നെ വയറിന്റെ പ്രശ്നം, അതേപോലെ തന്നെ ശരീരത്തിന് അലർജി, നമ്മളിത് കുളിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ജലം മലിനീകരിക്കപ്പെടുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ ഈ ജലത്തിൽ കലരുന്നത് മൂലം ജലം നന്നായിട്ട് മലിനീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വായു മലിനീകരണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു പിന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ മുറ്റം ഒന്ന് അടിക്കുമ്പോൾ നല്ല പൊടി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ ദേഹത്താവും. അതേപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ വസ്തുക്കളിൽ അവിടെയുള്ള എല്ലാ സർവ്വ വസ്തുക്കളിൽ എന്താണ് ആ പൊടിയാവും. അതേപോലെ തന്നെ ഈ ഒരു കോറി, ഇത്രയും വലിയൊരു ഏക്കർ കണക്ക് പടർന്നു കിടക്കുന്ന ഒരു കോറിയിൽ നിന്ന് ദിവസം 5 or 6 പ്രാവശ്യം ഈ പാറ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ഈ പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് മൊത്തമാണ് വളരെ വലുതായിട്ടാണ് ഇത് വ്യാപിക്കുന്നത്. അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്നതിലും അധികമാണ് എന്ന് മനസ്സിലാക്കണം. അതുമൂലം നമ്മുടെ അവിടെയുള്ള ഈ സസ്യജാലങ്ങളുണ്ടല്ലോ, ഈ സസ്യജാലങ്ങളുടെ ഇലകളിലൊക്കെ ഈ പൊടിപടലങ്ങളും ഈ രാസവസ്തുക്കളൊക്കെ പറ്റി പിടിച്ചിട്ട് ഈ സസ്യജാലങ്ങൾ നശിക്കുവാനും അങ്ങനെ നശിക്കുവാൻ, അതേപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുമ്പോൾ ഇതെന്താണ്, നമ്മൾ കൃഷി ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ പൊടിപടലങ്ങളൊക്കെ അതിനകത്താകുമ്പോൾ എന്താണ്, അത് മലിനപ്പെടും. അതുവഴി നമ്മുടെ ഉള്ളിൽ രാസവസ്തുക്കൾ വരികയും വീണ്ടും നമ്മൾ എന്താണ് രോഗിയായി മാറുകയും ചെയ്യും. അതേപോലെ ഈ നമുക്കറിയാം ഈ നിർദ്ദിഷ്ട കോറി വരുന്നതിന്റെ പരിസര പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ, വളരെ തൊട്ടടുത്ത് തന്നെ എന്താണ് ഇളമ്പ്രക്കോട് റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം 400 ഏക്കറിലധികം പരന്നു കിടക്കുന്ന വളരെ വിശാലമായ ഫോറസ്റ്റ് ആണ്. ഒരുപാട് സ്പീഷീസുകളിൽപ്പെട്ട ജീവജാലങ്ങൾ അവിടെ വസിക്കുന്നുണ്ട്. അതുമൂലം പിന്നെ ഈ കോറിയുടെ പ്രവർത്തനം മൂലം ആ ഒരുപാട് ജീവജാലങ്ങൾക്ക്, അതേപോലെ തന്നെ സൂക്ഷ്മജീവികൾ, പക്ഷികൾ, ഉരകങ്ങൾ, അതേപോലെ തന്നെ അതിന്റെയൊക്കെ ഘടനയിൽ തന്നെ വ്യത്യാസം വന്ന് ആ ഒരു പ്രദേശം മൊത്തവും ഭാവിയിൽ നാശമാവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ആ കണ്ണമ്പാറ, കല്ലടത്തണ്ണി, ആ മലകൾ എടുത്തു നോക്കിയാൽ കണ്ണമ്പാറയിൽ നിന്ന് തുടങ്ങുന്ന ആ മല പിന്നെ കല്ലടത്തണ്ണിയിൽ നമ്മൾ പള്ളിക്കൽ പോരിടം റോഡിന്റെ ചെറിയൊരു വിടവ് കഴിഞ്ഞിട്ട് വീണ്ടും ആ മല ആരംഭിക്കുകയാണ്. ആ മല ആരംഭിച്ചിട്ട് അത് വല്ലഭംകുന്ന് സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു വലിയ മലനിരയാണ്. അതിന്റെ ഒരു സൈഡിൽ കോറി തുടങ്ങിയിട്ടുണ്ട്, ബാക്കി സൈഡ് ആ മലനിര ഫുള്ള് പലപ്പോഴായിട്ട് ഇടിച്ച് നിരത്താനുള്ള ഒരു പദ്ധതിയാണ് ഇവരിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഈ കോറി വരുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റു പ്രശ്നമാണ് നമ്മുടെ ആ പൊടിപടലങ്ങൾ മൂലം നമ്മളെ അതിന്റെ എന്താണ് നമ്മുടെ ദൃശ്യതയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ കല്ലടത്തണ്ണിൽ ചെന്നാൽ രാവിലെ ചെന്ന നല്ല കോടമഞ്ഞും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കല്ലടത്തണ്ണിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളെയൊക്കെ ഒരുപാട് കല്ലടത്തണ്ണിയിലോട്ട് ആകർഷിക്കുന്നത്. ഈ കോറി വരുന്നത് മൂലം ഇവിടെ ഉണ്ടാകുന്ന ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ മൂലം രാവിലെ ഒരു കോറി തുടങ്ങി കുറച്ച് കളയുമ്പോൾ രാവിലെ കടത്തിൽ നോക്കിയാൽ ഒന്നും കാണത്തില്ല, മൊത്തം പൊടിപടലങ്ങളായിരിക്കും. അതേപോലെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം അതിന്റെ ഭംഗിയും തന്നെ ഈ കോറിയുടെ പ്രവർത്തനം മൂലം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോറി അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ഈ പക്ഷികൾ, അതേപോലെ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ വളരെ മോശാവസ്ഥയിലേക്ക് മാറും എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഒരു കോറി തുടങ്ങിയപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അതിന്റെ സ്ഫോടന ശബ്ദം, വാഹനങ്ങളുടെ അനിയന്ത്രിതമായ എന്നിവ മൂലം എല്ലാവരും നല്ല പ്രയാസപ്പെടുന്നുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ട്. ഇനി 2 or 3 കോറികൾ ആ പ്രദേശത്ത് തന്നെ വരികയാണെങ്കിൽ
അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് സാമാന്യ ബോധമുള്ള നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഒരു ദിവസം 300 വണ്ടികളോളം അതിലേക്കൂടെ ചീറിപ്പായുമ്പോൾ വീണ്ടും കോറികൾ വരുമ്പോൾ 1000-ഓളം വണ്ടികൾ പ്രതിദിനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടാവസ്ഥയെക്കുറിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപകടാവസ്ഥയാണ്. അപ്പോഴത്തേക്ക് ഏതെങ്കിലും പിന്നെ ഒരു സ്കൂൾ ബസ്സിൽ ഇടിക്കുകയോ ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ വന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ മക്കളും നമ്മുടെ നാട്ടിലുള്ള നമ്മൾ എപ്പോഴും കാണുന്ന ആളുകളുടെ മക്കളാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് വിലപിക്കുവാൻ നിന്നാൽ അതിന് പിന്നെ അതുകൊണ്ട് ഒരു അർത്ഥമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല ഈ കോറിയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഈ ചെളിയും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഇതൊക്കെ പിന്നെ തോടുകളിലേക്ക് പിന്നെ ആറ്റിലേക്കൊക്കെ ഒലിച്ചെത്തി അതിന്റെ സ്വാഭാവികമായ നീരൊഴുക്കിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്കറിയാം കല്ലടത്തിന്റെ പ്രദേശം എന്ന് പറയുന്നത് വട്ടത്തിലാറുമായി ബന്ധപ്പെട്ട് വളരെ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു മേഖലയാണ്. സർക്കാരിന് സാമ്പത്തിക ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മളെ കോരയുടെ ഭാഗത്തുള്ള യുവാക്കൾ പഠിച്ച് സർക്കാരിന് നൽകാൻ നമ്മൾ സന്നദ്ധരാണ് എന്ന് കൂടി അറിയിക്കുകയാണ്. സർക്കാരിന് സാമ്പത്തിക ലാഭമാണ് ഇതിന്റെ നേട്ടമെങ്കിൽ. പിന്നെ മാത്രമല്ല പിന്നെ നമുക്കറിയാം തോട്ടം മേഖലയായ ഈ കല്ലടത്തിന്റെ കോരയുടെ പ്രദേശത്ത് ഈ കോര് വരുന്നത് മൂലം ഒരുപാട് ആളുകളുടെ പിന്നെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം കോരയുടെ പിന്നെ നമ്മുടെ പിന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പാല് വിൽക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് കോരടം സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കല്ലടത്തിന്റെ കോരടം മേഖലയിലുള്ള ഫാമുകൾ അതേപോലെ തന്നെ ചെറുകിട കർഷകർ എന്നിവരുടെയൊക്കെ ഒരു സഹായത്തോടെയാണ് ഈ സൊസൈറ്റിയിൽ ഇത്രയും വലിയ പാലുൽപാദനം നടക്കുന്നത്. ഈ കോറിയുടെ പ്രവർത്തനം ഇങ്ങനെ വരികയാണെങ്കിൽ ഈ പശുക്കൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് പിന്നെ എന്താണ് ഈ കോറിയുടെ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ശബ്ദം മൂലം ഈ ചെറിയ ജീവികൾക്ക് എന്താണ് അറ്റാക്ക് വരെ സംഭവിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ പുത്തുമലയും കവളപ്പാറയും പോലെയുള്ള ദുരന്ത ഭൂമികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് സർക്കാരിന്റെ സംവിധാനങ്ങൾ അവിടെ വന്നിട്ട് എന്താണ് കുറച്ച് കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മനസ്സിലായതാ? അതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും പുതുതായിട്ട് പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. ഈ കോറി ഇവിടെ ഈ പ്രദേശങ്ങളിൽ കോറി വരുന്നതിനെ പറ്റി ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു പിന്നെ കോറി വരാനുള്ള നീക്കം ഇവിടെ ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുക. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് PCB അല്ല. അറിയാത്ത വിവരങ്ങളെ കുറിച്ച് വെറുതെ അഭിപ്രായം പറയുന്നത്. ഹലോ സാർ, ഞാൻ നേരത്തെ പറഞ്ഞത് 1-2 പോയിന്റ് വിട്ടുപോയി. അതിൽ പറയാനുള്ളത് TOR-ന്റെ 1.44G ഒന്ന് നോട്ട് ചെയ്തോണം. എൻ്റെ പേര് നവാസ്, കല്ലടത്തണ്ണിയിലാണ് വീട്. TOR 1.44G അതിനകത്ത് ഇപ്പോ ഇവിടെ വീട്ടുപേരോടൊന്ന് പറഞ്ഞേക്കാം. സർ കല്ലടത്തണ്ണിയിൽ നവാസ്, കല്ലടത്തണ്ണിയിൽ പോരണം. വീട്ടുപേരാണോ? സ്ഥലപ്പേര് ഞാൻ സാറേ TOR 1.44G അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ ഇനി എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട്. റീഹിയറിംഗ് നടത്തണമെന്നാണ്. അത് സാർ പ്രത്യേകം നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഈ റിപ്പോർട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ചിലവരെ മുകളിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സാർ, ഈ നാറ്റിന്റെ അടുത്ത ഒരു കോറിക്ക് കൂടെ TOR ഗ്രാന്റ് ചെയ്ത് CIA കൊടുത്തിട്ടുണ്ട്. അതിന്റെയും പബ്ലിക് ഹിയറിംഗ് നടക്കും. പിന്നെ അങ്ങനെ നടക്കുന്നെങ്കിൽ ദയവായി നമ്മുടെ നാട്ടിൻ പുറത്തുകൂടെ അറിയിക്കാനുള്ള സംവിധാനം വേണം. ഇപ്പൊ അറിയിച്ചില്ല എന്ന് സാർ പറയണ്ട. കാരണം കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള ഓഫീസുകളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു പത്രത്തിലും വന്നിട്ടുണ്ട്. ഇതിന് മൈക്ക് അനൗൺസ്മെന്റ് വരെ നടത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, രേഖാമൂലം ചെയ്തിട്ടുണ്ടാവും മാഡം, രേഖാമൂലം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു കുഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടുപുറത്തൂടെ ഒന്ന് അറിയിക്കുന്നതിന് പ്രത്യേക സംവിധാനം എടുക്കണം. ഇനി വരുന്ന പബ്ലിക് ഹിയറിംഗ് ഇത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചാപ്രായം എന്ന് പറയുന്ന ഒരു കോറിയുടെ പബ്ലിക് ഹിയറിംഗ് ഇതിന്റെ ബന്ധപ്പെട്ടവരാരും അറിയാതെ നടന്നുപോയി. അതുകൊണ്ടാണ്. ഓക്കെ സാർ, ഇത്ര പറയാം.
സർ, ഞാൻ എൻ്റെ പേര് സുധാകരൻ. ഈ പാറക്കോടിയുടെ വളരെ താമസിക്കുന്നതാണ്. അപ്പോ ഞാൻ ഈ കഴിഞ്ഞ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പക്ഷെ ഞാനത് അപ്പോൾ പറയേണ്ടത് പോയത് ഈ ഹിയറിംഗ് നടത്തുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ പ്രദേശവാസികളുടെ ഈ അവിടുത്തെ ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളും അവർക്ക് ഈ കോവിഡ് വന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഹിയറിംഗ് വേണ്ടത്ര ഫലപ്രദമാകുന്നില്ല എന്നാണ് കാര്യം. ഈ അവിടെ നേരത്തെ 5 കിലോമീറ്ററോളം അകലെയാണ് ഈ ഹിയറിംഗ് നടക്കുന്നത്. ആ പ്രദേശവാസികൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പറയാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് കോറിക്കെതിരായോ അല്ലെങ്കിൽ കോറി പ്രവർത്തനങ്ങൾക്കെതിരായോ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചോ ഒക്കെ അവർക്ക് പറയാനില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടത്ര അത് കഴിയുന്നില്ല. ഇത്തരം ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനത് പറയുമ്പോൾ സാർ അവിടെ വ്യക്തമായ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നടത്തിയിട്ടില്ല. അവിടെ ധാരാളം ഈ പാവപ്പെട്ട കളികൾ, അതായത് സമ്പന്നരൊന്നുമല്ല, ഒരു തരപ്പാടികൾ ഉണ്ടാകാമെന്നില്ല. എങ്കിൽ പോലും ഭൂരിപക്ഷവും കന്നുകാലികളെ വളർത്തിയാണ് പിന്നെ മറ്റ് കോഴി ഉള്ള ഇതൊക്കെ വളർത്തി കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ പ്രദേശത്ത് ഭൂരിപക്ഷം വരുന്നത്. ഇടയ്ക്ക് സമ്പന്നരായ ആളുകൾ സമ്പന്നരായിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് ഈ നേരത്തെ തന്നെ ഒരു പാറക്കോടി അവിടെ വരുമ്പോൾ അതിന് ഇതുപോലൊരു ഹിയറിംഗ് നടത്തിക്കൊണ്ടുള്ള ആ ഹിയറിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ആ പ്രദേശത്തുള്ള ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യന് പറഞ്ഞിട്ട് അപ്പൊ അതിന് വേണ്ടപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കി ആ ഹിയറിംഗിൽ ഈ ഇത് അവിടെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, മറ്റുള്ള ആളുകൾക്ക് വസ്തുക്കളിലേക്ക് ബന്ധപ്പെടുന്നില്ല എന്നുള്ള ഒരു പൊതു അഭിപ്രായം ഇവര് പാറക്കോടി മുതലാളിമാരുള്ളതാണ്. സാമ്പത്തിക ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ വലിയ എന്താണ് ഒരു പ്രവർത്തനമുണ്ട്. ഇപ്പോ തന്നെ കാണിച്ച റിപ്പോർട്ട് അതിലെത്ര പിന്നെ അവകാശപ്പെടുന്നതാണ്. കാരണം അവിടുന്ന് 4-5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയുള്ള ഈ കോരി പ്രദേശത്ത് 5 കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥാപനങ്ങൾ കാര്യം പറയും. എന്നാൽ തൊട്ടടുത്തുള്ള ഒരു ബാലവാടി ഈ വലിയ ടോറസ് എത്രയോ പിന്നെ പാറകളിലേക്ക് പോയി ആ വഴി അതായത് ഈ പാറ വീഴുന്നുണ്ട്. അവർ കെട്ടുന്നുണ്ട്. പക്ഷെ ഉണ്ടാകുന്നൊക്കെ പറയുമെങ്കിലും ഇവരുടെ അമിത ഇവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ സ്കൂൾ സമയത്തൊക്കെ സമയം നിർത്തി. എന്നാൽ അതെല്ലാം വീണ്ടും ഉണ്ടാക്കി. കാരണം പണത്തിന്റെ ലാഭം ഏറ്റവും കൂടുതൽ പണം കുറഞ്ഞ കാര്യങ്ങൾ സമ്പാദിക്കുക എന്നുള്ള ആ ഒരു വിഭവമാണ് ഈ ഓരോ മാഫിയകൾക്കും ഇതിന്റെ ഈ വാഹനങ്ങളൊക്കെ. ഇപ്പൊ ഒരു ലോഡ് തന്നെ 3-4 ലോഡ് അവിടെ നിന്ന് തീർച്ചയായും പോകുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇത് അനുവദിച്ച ടെണ്ടിന് കൂടുതലാണ് കേട്ടു പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അന്വേഷണമില്ല. പക്ഷെ അന്വേഷിച്ച ഇല്ലെന്ന് എന്താ ഞാൻ അറിയാം. പൈസ പണം മുടക്കി ഓഫീസുകളിൽ എത്ര കയറി അറിയിച്ചാൽ അവിടെയുള്ള ഞങ്ങളൊക്കെ എല്ലാവരും ഞങ്ങൾ പല ന്യായങ്ങൾ പറയുന്നു. ഒരു വാർഷിക പഠനം നടത്തിയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പണം ഉപയോഗിച്ചു മാത്രമല്ല ഭീഷണിയുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ മാഫിയകൾക്ക് ഹൈക്കോടതിയുടെ അവിടെ സ്വന്തം കച്ചവടത്തിൽ കൊണ്ട് അവരുടെ വലിയ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്.
ഞങ്ങളോട് പോലീസ് അധികാരികൾ പറയുന്നത് നിങ്ങൾ വണ്ടി നടന്നാൽ നിങ്ങളെല്ലാം ഞങ്ങൾ അവിടെ കൊണ്ട് കോടതി ഉത്തരവുണ്ട്, ഹൈക്കോടതി ഉത്തരവുണ്ട്. ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതാ പറയുന്നത്. ഞങ്ങൾ ഇതിന്റെ നിവൃത്തിയില്ലാതെ സഹിക്കാൻ വിചാരിച്ച് വണ്ടികൾ തടഞ്ഞു. അത് പോലീസ് അധികാരികൾ ഞങ്ങളോട് പറഞ്ഞത് ഈ പെണ്ണുങ്ങളിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ അനുവദിക്കില്ല, പറ്റുകയില്ല. അത് നിയമമില്ല. അപ്പൊ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രധാനമന്ത്രി വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും കേൾക്കാനും അതിന് പരിഹാരങ്ങൾ കാണാനും ഭരണാധികാരികൾക്ക് ന്യായമായ അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഹിയറിംഗ് ഒരു നല്ല ഉദ്ദേശത്തിനാണെങ്കിൽ ഈ അഭിപ്രായത്തിൽ ഇതിനനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ ഈ വികാരങ്ങൾ മനസ്സിലാക്കി അതിനനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകത്തക്കവണ്ണം അതിലുൾപ്പെടെ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാറുള്ളത്. മുസ്തഫ താമസിക്കുന്ന പോലെയാണ് താമസം. ഞാൻ CPIയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. കഴിഞ്ഞ 24-ാം തീയതിയിലെ തെളിവെടുപ്പിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഈ യോഗത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. അത് വീണ്ടും ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി. കേട്ടോ, ഞങ്ങളുടെ നിലപാടും നയവും കഴിഞ്ഞ യോഗത്തിൽ ഇവിടെ അസന്നിഗ്ധമായി പാർട്ടിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വെളിപ്പെടുത്തിയിരുന്നു. വീണ്ടും ആവർത്തിച്ചൊന്നുകൂടി അത് വെളിപ്പെടുത്തി. ഇവിടെ ഇങ്ങനെ ഒരു യോഗം പലരുമെന്ന് ഞാൻ പറയുന്നു. ചില ആളുകൾ ഗവൺമെന്റ്, പഞ്ചായത്ത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നീട്ടുകയും ഇവിടെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയേണ്ടതുണ്ട്. LDF മാത്രമേ ഈ കേരളം ഭരിച്ചിട്ടുള്ളൂ. 57 മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടം എടുത്താൽ നിരവധി മുഖ്യമന്ത്രിമാരെ നമുക്കറിയാം. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അന്നൊന്നും ഇമാതിരിയുള്ള പ്രപ്പോസലുകൾ UDFന്റെ കാലത്ത് സ്വീകരിച്ചിട്ടില്ല. LDF മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇത്തിരി കൂടെയൊക്കെ കടത്തി പറഞ്ഞാൽ ഇത് വേറൊരു ഏരിയയാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാന്യന്മാരായ ആളുകളാണ് ഇവിടെ പറഞ്ഞത്. മൈക്ക് കിട്ടുമ്പോൾ എന്തും നമുക്ക് തട്ടിവിടാം എന്നുള്ള ആ സമീപനം തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇവിടെ ഏതാണ്ട് കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടി പൊതുവേ യോജിക്കാവുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 24-ാം തീയതി ഇന്നും ഈ നാസറിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. ആ ഹിയറിംഗിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട അഭിപ്രായങ്ങളും നിലപാടുകളും മിക്കവാറും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രീനിൽ, ഈ ടേബിളിൽ കാണിച്ച 2-3 കാര്യങ്ങളെ സംബന്ധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്വന്തം പ്രദേശത്തുള്ള ചുറ്റളവിലുള്ള സ്ഥാപനങ്ങളെ എടുത്തു കാണിക്കാതെ അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കരിങ്ങന്നൂർ എന്ന് പറയുന്ന മെഡിക്കൽ പഞ്ചായത്തില്ല, ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറുകളെ സംബന്ധിച്ച് ഇതിനോടടുത്ത് വരുന്നത് കാണിക്കാതെ ദൂരെയുള്ളത് എടുത്ത് കാണിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി പരിശോധിക്കേണ്ടത് നമ്പർ 1 പോയിന്റ് അല്ല. നമ്പർ 1. രണ്ടാമത്തെ സംഗതി, ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന തീവ്രത
പല സഹോദരിമാരും ഇവിടെ ചൂണ്ടിട്ടുണ്ട്. വളരെ അടുത്ത് താമസിക്കുന്നവർ, അല്പം വിട്ടു താമസിക്കുന്നവർ, പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ ആ തീവ്രത ഒരു തരത്തിൽ ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത വിധമുള്ള ഇതാണ് ആ സന്ദർഭത്തിലുണ്ടാകുന്ന തീവ്രത. തീർച്ചയായും അതിനെ സംബന്ധിച്ച് പുതിയ ആശയങ്ങളൊക്കെ ഇവിടെ സ്ത്രീകൾ കാണിച്ചു. ആശയങ്ങളൊന്നും ഞങ്ങൾ ബോധ്യമുള്ളതല്ല. അക്കാരണത്താൽ ഇത് ഒരപകട സാധ്യത ഉണ്ടാകാൻ ഇടയുള്ള തരത്തിലാണ് ശരീരത്തിൽ. മൂന്നാമത്തെ കാര്യം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഇന്നവിടെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പൊതുജീവിതത്തിൽ വിനാശകരമായ നാശങ്ങൾ എത്തിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമാണ്. പകരം മറ്റൊരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ശരി, സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ആഴത്തിലേക്കല്ല ഈ റിപ്പോർട്ട് പോയി പരിശോധിച്ചിട്ടുള്ളത് എന്നതാണ്. വാട്ടർ റിസോഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് പേരുണ്ടാവും. ഒന്നോ അതിൽ കൂടുതൽ ഈ പറയുന്ന വാട്ടർഷെഡുകൾ ദേശീയ വാട്ടർഷെഡ് സ്കീമിൽ നടപ്പാക്കിയ ഒരു പ്രദേശം അതിന്മേലുള്ള ശാസ്ത്രീയമായ വിലയിരുത്തലും പരിശോധനയും ശാസ്ത്രീയമായ രീതിയിലാണ് കണ്ടുപിടിച്ച് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ശരിയല്ല എന്നതാണ്. ട്രാൻസ്പോർട്ടിംഗ് ഡെൻസിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യമുള്ളത് അതും ഈ പറയുന്നത് അനുഭവം തമ്മിൽ പൊരുത്തമില്ലാത്തതാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങളെ അധികരിച്ചുണ്ടാകും. ഇവിടെ പല സുഹൃത്തുക്കളും ഈ കാര്യത്തിലുള്ള വിയോജിപ്പുകൾ അതൊക്കെ കൂടെ വലിച്ചു നീട്ടി പറഞ്ഞു എന്നുള്ളത്. ഈ 4-5 കാര്യത്തിലുള്ള വിയോജിപ്പുകൾ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും ആ കാര്യത്തെ സംബന്ധിച്ച് ഈ വലിയൊരു മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും അതിന്മേലുള്ള ശരിയായ പരിശോധന വിലയിരുത്തലിൽ ഉണ്ടാകാൻ ആവശ്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണമെന്ന് ഈ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്റെയും പാർട്ടിയുടെയും അഭിപ്രായം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട കോറിയുമായി ബന്ധപ്പെട്ടത്. ചടയമംഗലം പഞ്ചായത്തിന്റെ സവിശേഷത സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ടൂറിസം വിദ്യാലയം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ജഡൈപാറ ടൂറിസം. അതിനോടൊപ്പം തന്നെ ഒരിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന കല്ലടത്തിന്റെ വെള്ളച്ചാട്ടം അടക്കമുള്ള വട്ടത്തിൽ തങ്ങൾ നിലനിൽക്കുന്ന കല്ലടന്നി അടക്കമുള്ള പ്രദേശങ്ങൾ ഈ കോറിയുടെ പ്രവർത്തനം സാരമായി ബാധിക്കുന്നു. അതുമാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നു, അതിനടുത്താണ് നമ്പർക്കോട് അകത്താണ് നമ്പർക്കോട് പ്രദേശം. അവിടുത്തെ ജീവജാലങ്ങളടക്കമുള്ള ജൈവ വൈവിധ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ കോറിയുടെ പ്രവർത്തനം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നതിന് ഈ കോറിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതെല്ലാം അവരുടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല തുടർന്ന് വീണ്ടും ഈ കോറിയുടെ പ്രാവർത്തികമാക്കുന്നതിലൂടെ അവിടെ ഉണ്ടാകാൻ പോകുന്ന വിഷമങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടില്ല. ഇവിടെ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് അബദ്ധജനിതമായ റിപ്പോർട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം യാഥാർത്ഥ്യമായി വരാത്ത പോലുമില്ലാത്ത തരത്തിലാണ് ആ റിപ്പോർട്ട്. ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിനോട് തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഒഴിവാക്കപ്പെട്ടുകൊണ്ട് കിലോമീറ്ററുകൾ ദൂരെയുള്ള കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നത് തന്നെ ഈ റിപ്പോർട്ട് ഒരു മുഖമറ സൃഷ്ടിക്കുവാനും ഈ റിപ്പോർട്ട് ശരിയായ നിലയിലല്ല തയ്യാറാക്കിയതെന്നും തെളിയിക്കുന്നു. അതുകൊണ്ട് സമ്പൂർണമായി ഈ റിപ്പോർട്ട് തള്ളിപ്പോവുകയും ഈ കോറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യണമെന്നാണ് എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
സാർ, ഞാൻ കടമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 24-ാം തീയതി ഹിയറിംഗിൽ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഇവിടെ അറിയിച്ചതാണ്. അതിനുശേഷമാണ് ഇന്നത്തെ ഹിയറിംഗിലെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി ഗ്രാമപഞ്ചായത്തിന്റെ സമിതിയുടെ തീരുമാനത്തെ കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കുറച്ച് താമസിച്ചാണ് എത്തിയത്. ഇവിടെ മുസ്തഫയോടൊപ്പം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് കഴിഞ്ഞ 24-ാം തീയതി അവതരിപ്പിച്ചതുപോലെ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചതെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം തന്നെ സാറിനോട് പറയുന്നു, ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരുപാട് ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ആശങ്കകൾ കൂടി പരിഹരിച്ചുകൊണ്ട് അത് ഒന്നുകൂടി പഠിച്ചതിന് ശേഷം മാത്രമേ ജനങ്ങൾക്ക് അനുകൂലമായുള്ള റിപ്പോർട്ടായിരിക്കണം മേലോട്ട് പോകേണ്ടത്. സാറിന് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോടും അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇനി ഒരു കോറിക്കും പഞ്ചായത്തിന്റെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു അനുമതിയും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഒറ്റ വാക്കേ ഉള്ളൂ. ഞാനും എന്റെ പ്രസ്ഥാനവും ഉൾപ്പെടുന്ന പാർട്ടിയുടെ നിലപാടുകളെല്ലാം തന്നെ ഇവിടെ നേതാക്കന്മാരെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ നിലപാട് തന്നെയാണ് വ്യക്തിപരമായിട്ടും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. രാത്രി ചോദിച്ചാലും പകൽ ചോദിച്ചാലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനത്തിലും പഞ്ചായത്ത് സമിതിയുടെ തീരുമാനത്തിലും മാറ്റമില്ല. ഒറ്റ തീരുമാനമുള്ളൂ, ഒറ്റ അഭിപ്രായമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നിവാസികളോടാണ് പറയാനുള്ളത്. പഞ്ചായത്ത് സമിതി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ഞങ്ങളുടെ മുമ്പിൽ എത്തിയാലും അതിന് അനുമതി കൊടുക്കൂല എന്ന് തന്നെയാണ് ഈ സമിതി ഇതിന്റെ മുമ്പിൽ ഈ ജനങ്ങളോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അധ്യക്ഷ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. പിന്നെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റു കാര്യങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. പലരും പല കാര്യങ്ങളും പറഞ്ഞതാണ്. അതുകൂടി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി പോകണം. നമസ്കാരം. ഞാൻ റംലി കോറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകനാണ്. ഇത് ഈ പരിസ്ഥിതി സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിക്ക് അനുമതി നിഷേധിക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യാം. പുതിയ റിപ്പോർട്ടും വീണ്ടും ഹിയറിംഗ് ആവശ്യമായി വരാം. പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗിൽ ഗുരുതരമായ പിശകുണ്ടെങ്കിൽ പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് ഹിയറിംഗ്. അപ്പൊ ഈ കടയവരമല്ല ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ വികാരം. അപ്പൊ ഞാൻ ഇന്നലെയും അതുമായി ബന്ധപ്പെട്ടിരുന്നു. വേറൊരു ആപ്ലിക്കന്റ് കൂടി അവിടെ ഉണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. നിരന്തരം അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടേതായ രാഷ്ട്രീയ നേതാക്കളുടേതായ പൗരസമിതിയുടേതായ പൗരവിധ സമിതിയുടേതായ വികാരം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ കൂടി ഈ വേദി കാരണമാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി കൊടുക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയാണ്. ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതിന് ജില്ലാ കളക്ടർക്ക് വേണ്ടി പബ്ലിക് ഹിയറിംഗ് നടത്തുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുക എന്നത് മാത്രമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതല. അതിൽ യാതൊരുവിധ റെക്കമെൻഡേഷനോ ഒന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യുന്നതല്ല. ആധികാരിക രേഖയാണ് ഈ റിപ്പോർട്ട്. ഫസ്റ്റ് റിപ്പോർട്ടുമായിട്ട് ഇവിടെ പബ്ലിക് ഹിയറിംഗ് ബന്ധപ്പെട്ടാൽ ആ റിപ്പോർട്ട് റദ്ദാക്കാൻ അനുമതി കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുണ്ടെന്നുള്ളതിന്റെ രേഖ ഞാൻ തരാം. അടുത്ത നല്ല റിപ്പോർട്ട് യഥാർത്ഥ ആക്ച്വൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് ഹിയറിംഗിന് റീഅപ്പിയർ ചെയ്യാനുള്ള അവകാശം അങ്ങനെ ഓഫീസിനുണ്ട്. ഇത് അവസാനം കൊടുക്കുന്നത് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയാണ്. ഇത് പാരിസ്ഥിതിക അനുമതി കൊടുക്കുന്നത്. ഞാൻ അധ്യാപകനാണ്. കഴിഞ്ഞ 2 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുന്നതാണ്. ഇതിനകത്ത് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. ഈ യാതൊരു കാരണവശാലും ഈ കലർത്തൽ ഈ പ്രദേശത്ത് നിയമപരമായിട്ടാണെങ്കിൽ ഉദ്യോഗസ്ഥരെയോ അധികാര ബന്ധത്തെ സ്വാധീനിക്കാതെ ഈ പ്രദേശത്ത് കാരണം നടക്കില്ല സാർ, മാഡം, നടക്കില്ല. അങ്ങനെയുള്ള പ്രദേശമാണ്. അത് കണ്ണടച്ചിട്ട് കാര്യമില്ല. ആണ്, അറിയാം മാഡം, അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. എന്റെ പേര് വിമൽകുമാർ, പഞ്ചായത്ത്. 1-2 കൊച്ചു കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 24-ാം തീയതി ഇവിടെ നടന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആളുകൾ ഇവിടെ അറിയിച്ചത്. എന്റെ ഒരു ചോദ്യം, ഈ ഹിയറിംഗ് ഏതാണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന്റെ അവസാന നടപടിയാണോ? ഈ ഹിയറിംഗ് കഴിഞ്ഞാൽ ഇനി ഈ പാറക്കോടിയുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഇല്ല. ലാസ്റ്റ് ഘട്ടം എന്നാണ്
ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ തന്ന പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും പറഞ്ഞു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ്. അത് തെളിയിക്കാൻ ആ നാട്ടുകാർ തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വന്ന് ആ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കണം. വാചകമല്ല ഇവിടെ ആവശ്യം, നേരിട്ട് കാണും. ഇപ്പോ സഖാവ് എ മുസ്തഫയും ഹരി പി നായർ പറഞ്ഞു, ഈ പണമുടങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ കൊടുത്തത് വിടുന്നല്ലൂർ പഞ്ചായത്തിന്റെയും നിലവിൽ പഞ്ചായത്തിന്റെയൊക്കെയാണ്. കടയങ്കര പഞ്ചായത്തിന് പള്ളിയും കൊണ്ട് ക്ഷേത്രവുമുണ്ട്. അതൊന്നും ആ ചിത്രത്തിലില്ല. നിങ്ങളെ കാണിച്ചു തരാം, ചൂണ്ടിക്കാണിച്ചു തരാം. ഈ റോഡിന്റെ മുമ്പിൽ പള്ളിയുണ്ട്, ഈ റോഡിന്റെ മുമ്പിൽ ക്ഷേത്രമുണ്ട്, റോഡിന്റെ മുമ്പിൽ തൈകാവുണ്ട്, പള്ളിപ്പടമുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, നല്ല ഉദ്യോഗസ്ഥരാണ്. കൊട്ടാരക്കരയിലെ തഹസിൽദാരെ പോലെയുള്ള ആളുകളൊന്നും അല്ലല്ലോ, നല്ല മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് ഈ ഇരിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് കൊടുത്തതിന്റെ ദുരിതം ആ സ്ത്രീ പറഞ്ഞത് ഒരിക്കലും ഞാനവിടെ ചെന്നപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോ അത് പറഞ്ഞതാണ്. കുടിപ്പരയിൽ കയറുന്ന കുട്ടികൾ പേടിച്ച് പുറത്തിയാടുക, വെട്ടിപ്പൊട്ടുന്ന കേട്ടുകൊണ്ട്. ജീവിതത്തിന്റെ ദുരിതത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ 90 ഏക്കറിൽ 5 കോറിയാ വരാൻ പോകുന്നത്. ഇതൊരു അവസാന ഘട്ട നടപടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ ഇരിക്കുന്ന ആളുകളുമായി സംയുക്തമായി ഈ പറഞ്ഞ കാര്യങ്ങളിലെ സത്യസന്ധത നിങ്ങളൊന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് റിപ്പോർട്ട് അല്ലാതെ കൊടുത്താൽ തലമുറകളോളം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും, ഞങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ഒന്ന് തൊഴിലാളികളൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തൊരു ബോധം തുടങ്ങി ഞങ്ങൾ തൊഴിലാളി 5 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ 5000 മനുഷ്യർ തെണ്ടുകയാണ്. 5 പേർക്ക് വേണ്ടി 5000 പേരുടെ ദുരിതം അനുഭവിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI സമ്മതിക്കുന്നു. അതിന് ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അങ്ങയോട് പറയുന്നു, പൂർണ്ണമായും നിരുത്തരവാദിത്വപരമായി അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് ഒരു സംയുക്ത കമ്മിറ്റി എടുത്ത് അതിലെ സത്യസന്ധത പരിശോധിച്ച് ദയവായി അങ്ങ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കൊടുത്താൽ ഇപ്പോൾ വേണ്ടി പറഞ്ഞതാണ് സ്ഥിതി. ഇത് വരില്ല. ഈ പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് എന്ന ഉത്തമ ബോധ്യം ആധികാരികമായി ഉദ്യോഗസ്ഥർ ബോധ്യപ്പെട്ടു കൊടുത്താൽ ഈ കോരി വരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ 99% പേര് കോരി വരണമെന്ന് ആഗ്രഹമാണ്. 1% എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. 99% ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ മത വിഭാഗങ്ങൾ മുഴുവൻ വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. വന്നാൽ ആ പ്രദേശം ഇല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറയും. ഇതിൽ ചുവന്ന വരയിലേക്ക് ഒരു റോഡ് കാണിച്ചിട്ടുണ്ടായി. സാർ അവിടെ വന്നൊന്ന് കാണണം. ഒരു കാളവണ്ടിയെ അതിക്കൂടെ പോകുള്ളൂ, ഒരു ടിപ്പർ പോകില്ല. അത്യാവശ്യം ആ മേഖലയിലുള്ള ആളുകളുടെ കാറുകൾ സഞ്ചരിക്കാൻ ആ റോഡിൽ ചുവന്ന വരയിട്ട് കാണിച്ചത് തന്നെ ഈ കോറി വന്നാൽ നിരന്തരം ചോര വീഴുമെന്നുള്ളതിന്റെ തെളിവാണ്. അത് സാറായിട്ടുണ്ടാക്കരുത്. ആ വഴി വന്ന് കാണണം. അവിടെ 5 മീറ്ററുണ്ടോ 6 മീറ്ററുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കുറെ തെറ്റുകൾ അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വന്ന മനുഷ്യർ തെളിവോടെ സമർപ്പിച്ചിട്ടുണ്ട്. സാർ അത് പരിശോധിച്ചിട്ട് ശരിയെന്ന് കാണുന്നു റിപ്പോർട്ട്. ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ സാർ അനുകൂലമായി ഉണ്ട്. പക്ഷേ പറഞ്ഞതിന്റെ 100 ഇരട്ടി ശരി കാണിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാറാണ് ഇത് പരമാധികം. അതുകൊണ്ട് ഞാൻ പറയാം, അല്ലാതെ ഇതൊരു പ്രഹസനമായി ഒരു ഹിയറിംഗ് നടത്തി തീർന്നു എന്ന് പറഞ്ഞ് നാളെ കാലത്ത് അവർക്ക് ലൈസൻസുമായിട്ട് വന്നാൽ അത് അതിന്റെ ഉത്തരവാദിത്വം അങ്ങേക്കറിയിക്കും എന്നെ എനിക്ക് പറയാം. എൻ്റെ പേര് ബഷീർ.
ഞാൻ ഒരിടത്താണ്. ഇതിൻ്റെ 500 മീറ്റർ ഏകദേശം അടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഞാൻ 10-20 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 7 വർഷമാണ്. അപ്പോൾ മറ്റ് ജോലികളൊന്നും ഇല്ലാതെ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് വീടുകളൊക്കെ, കുറച്ച് വാഴ, ചീനി, പിന്നെ അതുപോലെയുള്ള പച്ചക്കറികൾ ഇങ്ങനെയൊക്കെ ഞാൻ കൃഷി ചെയ്ത് കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ വരുന്ന സമയത്തൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ പാറക്കോടി സ്റ്റാർട്ടായതിനു ശേഷം ഈ പന്നികളെ കൊണ്ട് വലിയ ശല്യം. അവിടെ ഒരു അടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്, പക്ഷെ അവിടെയൊന്നും പന്നികൾ നിൽക്കുന്നില്ല. ഇപ്പൊ പകലും രാത്രി ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്തെ ഗേറ്റ് തുറന്നാൽ തന്നെ എന്റെ ഫ്രണ്ടിൽ 3-4 കുട്ടികളും തള്ളാമായിരുന്നു. ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. റബ്ബറിന്റെ ഇടയിൽ ഇറങ്ങാൻ ഇത്തിരി ടാപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് 100 മരമുണ്ട്. അതിന്റെ ഇടയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും കൃഷിയാവുന്നു. പന്നികൾ അവിടെ കാടുള്ളത് കൊണ്ട് അതിന്റെ ഇടയിൽ നീങ്ങുന്നു. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ മറ്റേ BP, ഷുഗർ, ക്യാൻസർ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അസുഖമുള്ള ഒരാളും കൂടെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സകല ആൾക്കാർക്ക്, എൻ്റെ വീട്ടിൽ, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ, പരിസര പ്രദേശത്തൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ട്. പല ഡോക്ടറെയും ചെന്ന് കണ്ടു. അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ പരിസരങ്ങളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന ഈ പാറക്കോടി വന്നതിന് ശേഷമാണ് പലർക്കും ശ്വാസം, ശരീരത്തിൽ ചില അടയാളങ്ങൾ ഒക്കെ വന്നതുണ്ട്. അതുപോലെ ഈ പരിസരത്തൊക്കെ ഞാൻ പലപ്പോഴും ഈ ആദ്യം തുടങ്ങിയ പാറക്കോടി, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പാറക്കോടി, അന്നൊന്നും നമുക്ക് ഒരു പാർട്ടിക്കാണ് സപ്പോർട്ടില്ലായിരുന്നു. ഞങ്ങൾ കുറെ ജാതിമത ഭേദമന്യേ കുറെ ആൾക്കാരായിരുന്നു ഇതിൽ കൂടിയൊരു സമരത്തിന് മറ്റും പോയിരുന്നത്. അന്ന് പാർട്ടിക്കാരൊക്കെ ചില വ്യക്തികൾ ഇതിന് മുന്നിൽ വന്നിരുന്നു. പക്ഷെ അല്ലാതെ ആക്റ്റീവായിട്ടാണ് നമ്മളോടൊപ്പം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറക്കോടി ഇവിടെ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ പാറക്കോടിയുടെ ഏതെങ്കിലും ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല. അന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സുകളൊക്കെ പുനഃപരിശോധിക്കുകയാണെങ്കിൽ പലരും പുറത്തുള്ളവരായിരുന്നു. ഞങ്ങളുടെ പരിസരത്തുള്ള ഒരു വ്യക്തികളും അത് അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല സമരങ്ങളിലും ഞങ്ങൾ അന്ന് രാത്രി പകരമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ പാറക്കോടിയുടെ വണ്ടി വന്ന് നമ്മൾ സൈഡ് അല്പം ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരപ്പോഴേ വണ്ടി നിർത്തിയിട്ട് ചീത്ത വിടിയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ ആ പരിസരത്തുള്ള സ്കൂളുകളിൽ ആ പിള്ളേരൊക്കെ എപ്പോഴും പോകുന്ന 2 സ്കൂളുകളുണ്ട്. 2-3 പ്രാവശ്യം ആ ഭാഗത്ത് നിന്ന് മിസ്റ്റർ രാധാകൃഷ്ണൻ വിളിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ വരണം, ഇവിടെ പല സ്ഥലത്തും ചെറിയ ചെറിയ പാറക്കഷണങ്ങൾ റോഡിൽ വീഴും. ശരി തന്നെയാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പലരെയും വിളിച്ചത് കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും അവരുടെ ആ ഓവർ സ്പീഡും ഓവർലോഡും എല്ലാം അന്നും ഇന്നും ഒക്കെ ഒരുപോലെയാണ്. അവർ പുല്ലുവിലയാണ് നമ്മളെ കൽപ്പിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം അവർ പ്രകാരം വരാറൊക്കെ. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു ട്രക്ക് തന്നെ അവിടെ വന്ന് പറഞ്ഞു. അവിടെ ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയ പിന്നെ അംഗനവാടി, അതിന്റെ ഫ്രണ്ടില് റോഡിന്റെ സൈഡ് കുറവുണ്ട്. മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഈ വണ്ടി അവിടെ മരിയുകയായിരുന്നു. അത് ഞങ്ങൾ ഫോട്ടോ ഉൾപ്പെടെ മീഡിയയിലും മറ്റും കാണിച്ചിരുന്നു. എല്ലാവരും നമ്മൾ കണ്ടത് സംഭവമാണ്. കാരണം അന്നും ഞങ്ങൾ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ എല്ലാവരെയും വിളിച്ച് ഇതിന്റെ ഈ റോഡിന്റെ വളരെ മോശപ്പെട്ട അവസ്ഥകൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവർക്കറിയാവുന്ന അന്ന് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ അതിന് ലൈസൻസ് കൊടുത്ത് ഈ റോഡ് അത്രയും സ്ഥലക്കുറപ്പുള്ള റോഡിന് വില ചെയ്തു. പക്ഷെ ഇപ്പോഴും അതിന്റെ അവസ്ഥ അത് തന്നെയാണ്. എന്നിട്ടാണ് ഈ പുതിയ 2 പാറക്കോടിക്കൂടെ അനുവാദം കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അതുപോലെ ഞങ്ങള് കിണറുകളില് പല കിണറുകളിലും സാറേ ഈ മഴയത്ത് വീഴുന്ന ഈ വെള്ളമുള്ളൂ. ഇല്ല, നേരത്തെ കണക്കിൽ ആവശ്യം പോലെ വെള്ളം ഞങ്ങളെ കിണറുകളിലുണ്ടായിരുന്നു. എന്റെ കിണറിൽ പരിസരത്തുള്ള പല വീടുകളിലും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണം. ഇനി വരുന്ന ഇതിന് ഒരിക്കലും നിങ്ങളുടെ അനുവാദം കൊടുക്കരുത്. ഞങ്ങളെ 500-600 വീടുകളിൽ പരിസരങ്ങളിലുണ്ട്. 12,000 ജനങ്ങളുമുണ്ട്. ഞങ്ങളെയൊന്നും കാണാതെ, ഞങ്ങളെ കേൾക്കാതെ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇതിന് അനുവാദം കൊടുക്കുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കുക. ഇതെന്റെ ഒരു റിക്വസ്റ്റാണ്. എന്റെ പേര് AR റിയാസ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇവിടെ കോറിയുമായി ബന്ധപ്പെട്ട് ഈ കോറി മരണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ മുഴുവൻ ആളുകളും നിരവധിയായ കാര്യങ്ങളെ കൂടുതലായി പ്രതിപാദിച്ചതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. കഴിഞ്ഞ ദിവസവും ഇന്നും അവതരിപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യാപകമായ പിശകാണ് കടന്നുകൂടിയിരിക്കുന്നത്. അതിവിടെ എനിക്ക് മുന്നേ സംസാരിച്ച നിരവധി ആളുകൾ അത് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമത്തിൽ ഈ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പിശകുകൾ റിപ്പോർട്ടിൽ കടന്നുകൂടിയാൽ ആ ഹിയറിംഗ് റദ്ദാക്കുവാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികാരമുണ്ട്. അങ്ങനെ ആ അധികാരം മലിനീകരണ നിയന്ത്രണ ബോർഡ് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിച്ച കേസുകളിൽ അനുകൂലമായ വിധികൾ പാലക്കാട് കറണ്ട് കേസിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും അതിൽ പബ്ലിക് ഹിയറിംഗ് റദ്ദാക്കി ആ പബ്ലിക് ഹിയറിംഗിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പിശകുകൾ തിരുത്തി വീണ്ടും റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉത്തരവിട്ട നിരവധിയായ കേസുകളും അതിന്റെ ഫയലുകൾ ഞങ്ങൾ ഉത്തരവിട്ടു. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വേണ്ടി ആവശ്യപ്പെടുകയാണ്, അബദ്ധമല്ലാത്തതായ ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണം.
അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെ എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായും തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ടാണ്. ഈ ക്വാറിയുടെ അടുത്തുള്ള സ്കൂളുകളും ആരാധനകളും ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട് അനുമതി ലഭ്യമാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. തള്ളിക്കളയുവാൻ പരിസ്ഥിതി മലിനീകരണ നിയമങ്ങളോട് തയ്യാറാകണം. അതല്ലെങ്കിൽ ഉറപ്പായി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ ആളുകൾ സമീപിക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാവരും പിന്തുണ ഉണ്ടായിരിക്കും. അങ്ങനെ പോയാലും ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും. വീണ്ടും പബ്ലിക് ഹിയറിംഗ് നടത്തേണ്ടതായി വരും. അതുകൊണ്ട് ഇവിടുത്തെ പിരിയുന്നതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് റദ്ദാക്കി മലിനീകരണ നിയന്ത്രണങ്ങളോട് അതിലൊരു അഭിപ്രായം തരണമെന്നാണ് എനിക്ക് ആവശ്യമാണുള്ളത്. ഈ പാലക്കോടി ഈ നാട്ടിൽ വരുന്നതിന്റെ ശക്തമായ ജാഗ്രത പ്രസ്ഥാനവും ഇതിനെതിരെ ഉയർത്തിട്ടുണ്ടാവും ഈ നാട്ടിൽ. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രദേശവാസികൾ സാറ് ഇതിനെ ഭൂഗർഭ പഠനം നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ചടയമംഗലം ജനായിപ്പാറ, അതുപോലെ തന്നെ കണ്ണൻപാറ, അതുപോലെ തന്നെ ഇളപ്പക്കോട് പാറ, ഇത് മൂന്നിന്റെയും അടുത്തട്ട് ഒന്നാണ്. ഈ അടുത്തട്ടിന്റെ മുകളിൽ തുച്ഛമായ മണ്ണിന് മുകളിലാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാരെല്ലാം ഇവിടെ ജീവിക്കുന്നത്. ഇതില് ഇളമ്പുറക്കോട് വനത്തില് അതിന്റെ ആ പാറമുകളിൽ ഉരുൾപൊട്ടിച്ച വർഷങ്ങൾക്ക് മുമ്പ് അതിനോട് ചേർന്ന കണ്ണമ്പാറാണ് ഇവിടെ കുട്ടികളാണ് കോരയിടം കണ്ണമ്പാറ മേഖലയിൽ പുതിയതായിട്ട് അനുമതി നേടുന്ന പാറക്കോറിയുടെ പബ്ലിക് ഹിയറിംഗ് ആണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പബ്ലിക് ഹിയറിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇവർക്കും നന്ദി, നമസ്കാരം.